ഖുർആൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത വാചകങ്ങളാണ്, ആ നിശ്ചിത പദാവലികൾ ഉൾക്കൊള്ളുന്ന ആ അധ്യായങ്ങളാണ്. അത് അതേ രൂപത്തിൽ തന്നെ വായിക്കപ്പെടുക എന്നതാണ് ഖുർആൻ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നൂറ്റാണ്ടുകളായി ഇതേ രൂപത്തിൽ വായിക്കപ്പെടുന്ന, ഇതേ രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു രണ്ടാം ഗ്രന്ഥം ലോകത്ത് ഇല്ല. ഇത് തന്നെ സത്യത്തിൽ ഖുർആൻ മുഅ്ജിസാണ്. ഖുർആനിനൊരു അസാധാരണത്വം, അമാനുഷികതയുണ്ട് എന്നതിന് ലളിതമായൊരു പ്രമാണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത വാചകങ്ങളാണ്, ആ നിശ്ചിത പദാവലികൾ ഉൾക്കൊള്ളുന്ന ആ അധ്യായങ്ങളാണ്. അത് അതേ രൂപത്തിൽ തന്നെ വായിക്കപ്പെടുക എന്നതാണ് ഖുർആൻ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നൂറ്റാണ്ടുകളായി ഇതേ രൂപത്തിൽ വായിക്കപ്പെടുന്ന, ഇതേ രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു രണ്ടാം ഗ്രന്ഥം ലോകത്ത് ഇല്ല. ഇത് തന്നെ സത്യത്തിൽ ഖുർആൻ മുഅ്ജിസാണ്. ഖുർആനിനൊരു അസാധാരണത്വം, അമാനുഷികതയുണ്ട് എന്നതിന് ലളിതമായൊരു പ്രമാണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ രൂപത്തിൽ വായിക്കപ്പെടുന്നൊരു ഗ്രന്ഥം ഉണ്ടാകില്ല. പരിഭാഷകളുണ്ടാകും, പരിഭാഷകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ടാകും, ചിലരൊക്കെ പരിഭാഷയെ സമാന ഗ്രന്ഥമായി കാണുന്നവരുണ്ടാകും. ബൈബിളിൻ്റെ പരിഭാഷ ബൈബിളാണെന്ന് കരുതി പോരുന്നവരുണ്ട്. ബൈബിൾ വായിക്കുന്നതിന് പകരം ബൈബിളിൻ്റെ പരിഭാഷ വായിക്കുന്നവരുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിതാക്കളും ഖുർആനെ സമീപിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അതൊന്നേ ഉള്ളൂ. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അത് ഖുർആൻ എന്ന ആ അപ്രമാദിത്വം ഒരർത്ഥത്തിൽ അതിനില്ല.